എന്നെ പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴി. വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ആ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില വ്ളോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന നമ്മുടെ ബന്ധുക്കാരെ കണ്ടു നിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ വേറൊരാളെ കുറിച്ച്, വേറൊരു രോഗിയെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിനാണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിന്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പം തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആയി. 2ാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ടും എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. സുധിച്ചേട്ടൻ്റെ മരണശേഷം പെട്ടെന്നൊരു കയറ്റവും, പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെ എല്ലാം പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരത് എന്താ പറയുക അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെ പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ.